ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നൊരു ചെറുതായിട്ടൊരു വ്ളോഗ് എടുക്കാനും വിചാരിച്ചു. എന്തെന്ന് എല്ലാവർക്കും അറിയുന്ന പോലെ നാളെ ഓണം ആഘോഷമുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. അതായത് പുതിയ വീട്ടിൽ ഞങ്ങൾ ഫസ്റ്റ് ഓണം. അപ്പോഴത്തേക്ക് ഇന്ന് നബിദിന, അതുകൊണ്ട് എല്ലാവരും കാലത്തൊക്കെ പാടില്ല. എല്ലാവരും വീട്ടിലുണ്ട് ഗജി ബിജി എല്ലാം പണിയെല്ലാം നടന്നുകൊണ്ട്. അപ്പോൾ അമ്മ ബാഗാച്ചി പിന്നെ എന്ത് ചെറുത് ഈത്തപ്പഴ, പിന്നെ ഇപ്പൊ ഉച്ചത്തേക്ക് ടൊമാറ്റോ സാറ്, മീൻ കച്ചിയത്, ചോറ്, അങ്ങനെ കുറെ എന്തെല്ലാം ആക്കുന്നുണ്ട്. ഇന്ന് നോക്കാം എല്ലാവരും എന്തെല്ലാം ആക്കുന്നുണ്ട്. ഞാൻ എന്ത് ബായ്ക്കാച്ചുന്നത് എന്താക്കുന്ന ബായ്ക്ക മുറിക്കുന്ന ബായ്ക്കേക്ക് പോന്നു ബായ്ക്ക മുറിക്കുന്ന ബായ്ക്കേക്ക് അല്ല രണ്ടായിരം ഇടുന്നതിനോട് ബായ്ക്കേക്ക് ഇടുന്നുണ്ട്. പിന്നെ എങ്ങനെ വന്നവർക്ക് കൊടുക്കുന്നേ ഇന്നലെ എന്തിനു മുടി കട്ടാക്കില്ല ഓണത്തിനായിട്ട് എന്തെല്ലാം ആക്കുന്നത്. പിന്നെ നാളെ കുറെ ആൾ വരാനുണ്ട്. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ തുടങ്ങിയ പണി രാത്രിയോളായി 12 മണിയോളായി. കുറച്ച് ആൾക്കാരെല്ലാം ഞങ്ങൾ ഞാൻ സൺഡേ എന്തോ എല്ലാവരും ലീവ് ആക്കിയിട്ട് ഫുൾ ക്ലീൻ ആക്കി. 3 months ക്ലീൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ഇതാണ് പോലെ ക്ലീൻ. ഇതെല്ലാം ഫുൾ ക്ലീൻ ആക്കി എല്ലാം ക്ലീൻ ആക്കിയിട്ട് സെറ്റ് ആക്കി വെച്ചിരുന്നു. ഇതെല്ലാം ഞങ്ങളെ വീട്ടിലൊക്കെ ഒരു പുതിയ ഫിൽറ്റർ വൈകി എന്നാലും ആരും മേങ്ങണമെന്നുണ്ട്. ഓണത്തിന് മേങ്ങി എല്ലാത്തിനും. തീർന്നിട്ട് ഓർത്ത തിന്നിട്ട് അത് കാലിയായി. ഇപ്പൊ എന്താക്കുന്ന അറിയില്ല. ഇവിടെ ഇരുന്നിട്ട് വായക്ക മുറിച്ചോണ്ട് ഞങ്ങളുടെ നാളെ കമ്പത്ത് ഓണം നോക്കുന്ന ആരെങ്കിലും വരാനുണ്ടെങ്കിൽ വന്നോളി. ഓളല്ല ഗൈസ്, എന്റെ ചങ്ങന്റെ തോന്നുന്നില്ല ഗൈസ്. തുറയുന്നില്ല മീൻ കത്തിപ്പോയി ഗൈസ്. ആടറിയാത്ത കുറച്ച് ഫ്രൈ ആയി. ഇടലൊക്കെ ഫ്രൈ ആയിട്ടാണ് ഇഷ്ടം. അപ്പോൾ ഫ്രൈ ആക്കുന്നതാണ് നമുക്ക് പറ്റുന്ന സത്യത്തിൽ. ഇതെല്ലാം കുറെ പണിയുണ്ട്. അതിനിടയിൽ മഴ വരുന്നുണ്ട്. വേഗം ഒരു കാറ്റെങ്കിലും ഇന്ന് രാത്രി വേഗം പൂക്കളെപ്പോ എടുക്കുന്നത് ഇന്ന് രാത്രി ഡ്രോയിങ് ആക്കിയിട്ട് വെക്കും. നാളെ മാത്രമേ അങ്ങനെയാണ് പ്ലാൻ. പൂ കൊടുന്നിനാ ഇല്ല, അത് അണ്ണനോട് പറഞ്ഞില്ല. ഇല്ലെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഓണത്തിനൊന്നും പിന്നെ കാസർഗോഡിലൊക്കെ പോകുന്നത്. ഈ കുറി ഞങ്ങൾ അത് നിർത്തി. എന്താ ഞങ്ങൾ ഒരു പണി നടക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പുതിയൊരു സ്പിന്നർ ഇത് എപ്പോ നോക്കി ഇങ്ങനെ കെടുത്തോ കയ്യാതെ മനസ്സിലാണ്. അല്ല ഗൈസ്, ഞാൻ ഓളല്ല ഗൈസ്, ചങ്ങയില് മുണ്ടുന്നല്ലേ. ഓൻക്ക് പ്രസവിച്ചിട്ട് 2 മാസമായി. എത്ര വീട്ടില് പുതിയൊരു പക്ഷി ഞാൻ കുപ്പച്ചില്ല വീട്ടില് കിട്ടീന്. ഇല്ല എന്താ ഇന്നെന്തോ ഭാഗ്യത്തിൽ ഒരു ദിവസം ഇന്ന് ലീവ് ആക്കുന്നില്ല. ലീവ് എല്ലാ വീട്ടിലും വണ്ടി വെച്ചൊക്കെ ഇങ്ങനെതോ തുണിയുടെ ഇടുന്ന ഞാൻ കാണിച്ചു തരാം. ഞങ്ങളാണ് തുണി ഇടുന്ന അവസ്ഥ കണ്ടാൽ ഞങ്ങളുടെ ഷെഡി വരുന്ന ഡിസ്പ്ലേ വരുന്ന അവസ്ഥയാണ്. ഫുള്ള് ഓട്ടച്ചട്ടി. അപ്പുറത്തെ ഒരു വണ്ടി വെച്ചിട്ടുണ്ട് തുണിയിടാൻ. ബൈക്ക് പൂതാട് ഒരു വണ്ടി ഉണ്ട്, അതും കാണിച്ചത് തുണിയിടാനുള്ള വെച്ച അടുത്ത വണ്ടി. 2 വണ്ടിയുടെ ഫുള്ളായി തുണി ഇട്ടിട്ട്. ഞങ്ങൾ എടുക്കാൻ നോക്കിട്ട് വെച്ചൊരു ജീപ്പ് ഉണ്ട്, താർ ജീപ്പ്. പക്ഷെ നമ്മളെ കൊണ്ട് സാഹചര്യം വെച്ചൊരു എന്ത് പൈസ ബുദ്ധിമുട്ടുണ്ട്. ഓൻ്റെ ആഗ്രഹം നമ്മൾ സക്സസ് ആക്കി. കമാൻ ഇവിടെ വരും. കണ്ട ഓൻ്റെ വണ്ടിയിൽ ജീപ്പ് വെച്ചിട്ടുണ്ട്.
കണ്ടോ 2 വണ്ടി ഓട്ട് ഒരു ഫീൽ വന്നു മതി. ഗാഡി കേൾക്കുന്നുണ്ടോളൂ ഫസ്റ്റ് ഇത് വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഗാഡി കേൾക്കുന്നുണ്ട്. അമ്മൻ്റെ പണി മോള് എടുത്തോണ്ട് നോക്കാം. അമ്മൻ്റെ മോള് പണി എടുത്തോണ്ട് കാണിക്കാം. പണിയെടുക്കാതാണ് പണിയെടുക്കും. ഇങ്ങനെ ഇവിടെ നോക്ക്, എല്ലാവരും നോക്ക്, താഴെ നോക്ക്. ഇതാ ഇവള് സ്പൂണിലിടുന്നോളൂ, കയ്യിൽ പൊള്ളി അപ്പൊ ഇങ്ങനെ തോന്നുന്നുണ്ടാ അതിൽ ഫ്രീ ആവുന്നുണ്ട് കഴിക്കാം. ഇങ്ങനെ ഇങ്ങനെ പോയെങ്കിൽ ഇത് ഫ്രൈ ആവുന്ന തോന്നുന്നില്ലേ? ഇതെന്ത് ഇതാക്കുന്നത്? ഇത് നോക്കിയ മൈദയില്ല, ഈത്തപ്പഴ മാത്രം എന്ത് ഒന്നിട്ട് നമുക്ക് തെറിച്ച് പോയി ഇതെന്ത് കയ്യിലിട്ടിട്ടാ? ദൈവമേ, ഇതിങ്ങനെയാ ഈത്തപ്പഴം കാച്ചുന്നത്. ഈത്തപ്പഴ മാത്രമല്ല, അതിൽ മൈദയില്ല. ഇതെന്തിങ്ങനെ? Guys, ഒരു പണി എടുക്കുന്നില്ല. എടുക്കാനില്ലെങ്കിൽ ഇങ്ങനെ അറിയുന്നില്ല. നാളെ വാണ്ടയുടെ പോയി അമ്മയില്ലേ ചട്ടന്റെ തൈക്ക് പോൾ ബുദ്ധി ഈടെ ഒരാള് ഫിൽറ്റർ വെച്ച പാട് ഈ തോളി വെള്ളം കുടിച്ചോണ്ടായി. ഫിൽറ്റർ വെച്ച പിന്നെ ഇതേ വെള്ളം പുതിയത് ഫിൽറ്റർ വെള്ളം നല്ല ഉണ്ട്, ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമുണ്ട്. അതുകൊണ്ട് കുറച്ച് മണ്ണ് എല്ലാം പോയിനി. അപ്പൊ ഇനി ഒരാഴ്ച കഴിഞ്ഞാൽ റെഡി ആവും. നല്ല ടേസ്റ്റ് എല്ലാം വരും. ഇപ്പോൾ ടേസ്റ്റ് വല്ല ചേഞ്ച് ടേസ്റ്റ് വരുന്നു. ഫിൽറ്റർ വെള്ളത്തിന്റെ ടേസ്റ്റ് വരുന്നില്ല. പിന്നെ ഫിൽറ്റർ വെള്ളം കുടിച്ചിനാ കാത്തോണ്ടേ ഒരു പണി എടുക്കേണ്ടത് ഇരുന്ന് നോക്കോളൂ. ഇതെല്ലാം എപ്പോ ക്ലീൻ ആക്കിട്ടാണ് അതിപ്പോ ഞങ്ങൾ കച്ചറ. കഴിക്കോണ്ട ഈ സഡന്നെ വന്ന മായനെ കുറിച്ച് എന്താ എനിക്ക് പറയാ? നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇവള് വന്നിട്ട് എന്തെടുത്തിട്ടാ ഞാൻ ചണ്ടിമുട്ട ഇവരുടെ കമന്റ് അടിച്ചോണ്ടിരുന്നിനി ഞങ്ങൾ മാറുണ്ട് അവകാശം കൊടുക്കാൻ പേടിയ ഓർക്ക് പിടിച്ചിട്ട് മഴ വന്ന് നോടെ നാട്ടിൽ മഴ വരുന്നില്ലേ? പറഞ്ഞോ അല്ലെങ്കിൽ നാരിച്ച് കൊടുക്കും. അല്ല ഇപ്പൊ ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ ഇവരുടെ നടന്നിട്ട്
ബാത്റൂം കഴിഞ്ഞ നോക്ക് ക്ലീൻ ആയി നോക്കിന്ന് ഞാൻ കയ്യ ക്ലീൻ ആയി നോക്കിയ മതി ഞാൻ മൂത്രയിച്ചോ ഒരാൾ തേങ്ങ കൊണ്ടുവരേണ്ട കാലത്ത് പോയി കാലത്ത് തന്നെ കാലത്തില്ല ഒരു 9:30 പരിപാടിക്ക് പോകുമ്പോ അങ്ങനെ പോയി ഒരു 8-9 മണിയുടെ ഉള്ളിൽ ഇടത്തോട് പറഞ്ഞിട്ടില്ല തേങ്ങ കൊണ്ടുവരാൻ പോയി ആക്കാൻ പോയിട്ടൊന്നല്ലോ ഞങ്ങൾ കുറച്ച് കുഞ്ഞു ജാഗുണ്ട് അടുത്ത് തേങ്ങ കൊണ്ടുവരാൻ പോയിന് അപ്പൊ ഇന്ന് മഴ വരുന്നുണ്ട് നാളെ ഓണത്തിനൊന്നും മഴ വരാതെ മതി കഴിഞ്ഞിട്ട് ചെലവിട്ടത് വേസ്റ്റ് എത്ര ചെലവിട്ട് അത് നിങ്ങളോട് പറയുന്നില്ല കൊറേ ചെലവാക്കി അതിന് നല്ലൊരു ഇത് ഇത്രയും വലിയ വീട്ടിലൊക്കെ അല്ല ഒരു ബാത്റൂമില് അതല്ല ഞങ്ങൾ ബില്ല് കൊടുത്തിട്ടുണ്ടേ 3 സാധനം അത് ഇവരെന്ത് തീർക്കുന്നതിന് കുടിക്കുന്ന തോന്നാർത്തില്ല ഇവരെ തീർക്കുന്നോള് പറയുന്നല്ലോ ഇത്ര പേര് നെയ്ത് കുപ്പി കൊടുത്തിട്ടുണ്ട് ഇന്നലെ കുമ്പളൊക്കെ കേൾക്കുമ്പോ ഞാൻ അതല്ല അതിലേക്ക് കിട്ടി നീയിലേക്ക് കിട്ടിന്ന് അല്ല ഓരോ കുറച്ച് ഇടാൻ ചെല്ലും നീ എന്ത് തേങ്ങയാണ് പറയുന്നേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ഞങ്ങളെ അമ്മായി തന്ന അമ്മന്റെ അമ്മായി നിങ്ങളെ ഞമ്മളെ അമ്മായി ഞങ്ങളെ അമ്മായി തന്ന ലൈറ്റ് ഇത് വസന്തി തന്നെ രണ്ട് അല്ലല്ല വസന്തി രാജു എന്നത് അല്ല വജ്രാന്ന് വേണ്ടി തൂക്കുന്നത് അത് തൂക്കുന്നത് അതിവിടെ തൂക്കാൻ സ്ഥലമില്ല അങ്ങനെ അവിടെ എടുത്ത് വെച്ചു അടുത്ത കോഴി നമ്മൾ തൂക്കാം ഞമ്മ മീത്ത പോയിട്ട് നോക്കാം ഒരുത്ത മീത്ത പോയിനി എന്ത് കാര്യം നോക്കാം മീത്ത പോയിട്ട് എന്താക്കും നോക്കാം നമ്മുടെ മീത്ത ഒരുത്തം പോയി എന്താക്കും നോക്കാം നീ എന്താക്കില്ലേ അതൊരു ഫാന് വെച്ചിട്ടുണ്ടായിരുന്നു കാറ്റുണ്ടോ എന്ന് ചെക്കാക്കാം തിരിയുന്നില്ല പോയി ആ തൊടണ്ട തിരിയിട്ട് ഇതാരോ പോരാടിക്ക് ഗിഫ്റ്റ് തന്നത് ഇതിപ്പോൾ ഭക്ഷണ സമയം വെച്ച് പിന്നെന്താ കൊടുത്തു എന്താ ഇത് ഈടപള്ളിയില് ആടപള്ളിയില് ഇത് ക്ലിപ്പിണ്ട് ഇല്ല പാട്ട് പറഞ്ഞ അപ്പുറത്ത് പടത്തിലേക്ക് പോകും എത്ര തുണി കഴിച്ചിട്ട് പച്ചില പണി വന്നാൽ തുണി ഇടുന്നു എല്ലാവർക്കും തൂക്കിലെത്തുന്ന ഉണങ്ങില്ല കിട്ടേ ഉണങ്ങുന്നത് പിന്നെ സാധനം കാണിക്കാനോ അത് ഇതെന്തിനാ അരിയുന്നല്ല ഇഡ്ലി എപ്പോഴത്തേക്ക് ഇഡ്ലിക്ക് അരിയിട്ടിട്ട് പോയില്ല കൂട്ടാൻ ആളില്ല മൂന്നിനെ വെള്ളത്തിട്ട് അവക്കിട്ട് പോയി വെള്ളം ഒഴിച്ചിട്ട് എന്താക്കിട്ടില്ല ഇവർക്കൊരു മംഗളം വന്നെങ്കിൽ എന്താക്കാം മംഗളത്തിൽ ഞങ്ങൾ പണിയെടുക്കുന്നില്ല പണിക്കാളാക്കുന്ന ഞങ്ങൾ പണിക്കാളാക്കുന്ന നിന്നോട് എന്ത് പറഞ്ഞ അറിയിടുന്നു ഞാൻ ചോറ് വെക്കുന്നു ചോറിടുന്നു തളിപ്പിക്കണം എനിക്ക് ആ ചോറിനെ കുണ്ടിട്ടിടണം പൈക്കുന്നത് എത്ര നോക്ക് ടൈം എന്ത് പണിയൊക്കെ ഇല്ല അപ്പൊ ചോക്കുന്നതാ ഈ പിള്ളേരെ പറ്റിയൊരു ഓണം കഴിക്കണമെന്നല്ലെങ്കിൽ ആവലെ കായ്സ് മുഖയിൽ കയ്യിൽ പിടിച്ചിട്ട് നടക്കുന്നേ പറയും എന്താക്കുന്ന അറിയുന്നില്ല ഉണ്ണിയമ്മേ
ഉടുമ്പിയെ ഞാൻ പിടിച്ചു ഉണ്ണിയമ്മേ. ഇതാണ് രണ്ട് കൂട്ടം. നാളത്തെ ഇന്നത്തെ ചോദിച്ചോളൂ അല്ല ഓൾറെഡി എടുത്തിന് തീരാനായി അയില പൊരിച്ചതുണ്ട് കരിമീൻ വറുത്തതുണ്ട്. അമ്മ എടുത്തോളൂ അമ്മൻ്റെത് തീർന്നിട്ട് അമ്മ തീരാനായി വെച്ചിട്ടില്ല. നാളെ മോന്തിയോളം ഭക്ഷണം കുറവുണ്ട്, പണിയുണ്ട് പണിയുണ്ടാവും. ഇപ്പൊ ഇത് കഴിയുമ്പോ വേറെ പണി തുടങ്ങാനായി. വീട്ടിലൊക്കെ ആര് വന്നിന് വീട്ടിലേക്ക് ഇപ്പൊ എന്റെ ഭർത്താവിന്റെ ഏട്ടന്റെ മോനുമാരിയോളം വന്നിരുന്നു. ഇപ്പൊ പങ്ങ വരുന്നത് കണ്ടിരുന്നു. കണ്ടോളൂ ഇതോളെ സാരി ബില്ലായല്ലോ 2 കൊല്ലം മുമ്പ് ഈ ചെലവുണ്ടായില്ല 1000 ഉറുപ്പിക ഒതുക്കി ഉണ്ടായി. ഓന് സർക്കാർ എടുത്തോണ്ട് വെച്ചാ 500 ഷർട്ട് ഒരു പിന്നെ ഒരു മുണ്ട് അമ്മക്കൊരു കെട്ടിയോള് വീടുണ്ട് കട്ടാനില്ല അവള് ഇത് കട്ടിയോള് കട്ടി കഴിഞ്ഞ് ഇത് എക്സ്പയർ ആയി